കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മുൻപ് ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു എന്ന് പറയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, മുമ്പേ അവിശ്വാസത്താൽ ഞാൻ ചെയ്തതൊന്നും എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ചതായാലും ക്രിസ്തീയ സഹോദരങ്ങളെ പീഡിപ്പിച്ചതായാലും താൻ അത് തെറ്റെന്ന് കരുതിയില്ല. താൻ അറിഞ്ഞിരുന്ന വിശ്വാസത്തിൽ അത് ശരിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ തന്നെ ചുറ്റുമിന്നിയ ഒരു വെളിച്ചം, അതേപോലെ താൻ കേട്ട ശബ്ദം, ഇത് രണ്ടും യഥാർത്ഥമാണ് എന്ന് അറിഞ്ഞ് യഥാർത്ഥ ഒരു മാനസാന്തരത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ വന്നു. അപ്പോൾ അങ്ങനെ അപ്പോസ്തലൻ പൗലോസ് അങ്ങനെ വന്നതിന് ശേഷം ഒരിക്കലും താൻ മുമ്പ് ചെയ്തതുപോലെ ചെയ്തില്ല. തൻ്റെ പഴയ കാലങ്ങളെല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ട് ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം തുടങ്ങി. അപ്പോൾ ഇതിൽ നാം അങ്ങനെ ഒരു നിരസ്കരിക്കാതെ ആ ഒരു ജീവിതത്തിൽ തന്നെ തുടർന്ന് ഇരുന്നത് കൊണ്ട് പഴയ അവിശ്വാസിയായി താൻ ഇരുന്ന സമയത്ത് ഉള്ളതിനെ കർത്താവ് തന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മെ കർത്താവ് രക്ഷിച്ചതിന് ശേഷം, നാം ഒരു ക്രിസ്തുവിനെ യഥാർത്ഥ ഒരു സ്നേഹം അറിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയിരിക്കുന്നു, നമ്മുടെ മാനസാന്തരം എങ്ങനെയിരിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറയണമെങ്കിൽ അവിശ്വാസിയായി ഇരുന്ന സമയത്ത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുമ്പ് ഇരുന്ന സ്വഭാവങ്ങളിൽ ഒന്നുപോലും വിശ്വാസിയാവുമ്പോൾ വരുവാൻ പാടില്ല. കാര്യമെന്ന് പറയുന്നത് നല്ലത് വരാം, വചനത്തിന് പുറമ്പായിട്ടുള്ള തങ്ങളുടെ സ്വഭാവങ്ങളെ മാറ്റിക്കൊണ്ട് ജീവിക്കുന്നവരെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ആരാധനയ്ക്ക് പോകുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിട്ട് താനായിരുന്ന ആ ഒരു പഴയ ഒരു സ്വഭാവത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു വ്യക്തിയെ വിശ്വാസി എന്ന് കർത്താവ് പറയത്തില്ല. അതൊരു അവിശ്വാസിയാണ് തന്നെ. അവിശ്വാസികൾ ആരും സ്വർഗരാജ്യത്തിലേക്ക് പോകുകയുമില്ല. ഒരിക്കൽ നാം മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലായു ജ്ഞാനസ്നാനം എടുത്തു എല്ലാം ചെയ്തു എങ്കിലും വീണ്ടും ദുഷ്പ്രവൃത്തികളിലേക്ക് നാം പോവുകയാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകുവാനോ കർത്താവിൻ്റെ മുഖമൊന്ന് ദർശിക്കുവാനോ ആർക്കും സാധ്യമല്ല. ആയതുകൊണ്ട് യഥാർത്ഥ ഒരു വിശ്വാസിയായി ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്ത് കർത്താവെ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, തങ്ങൾ അവിശ്വാസിയായി ഇരുന്ന സമയത്ത് കർത്താവ് ചെയ്ത പാവങ്ങളെല്ലാം നീ ക്ഷമിച്ച് ഒരു വിശ്വാസിയായി നിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമ്പോൾ വീണ്ടും തങ്ങളുടെ പഴയ സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ആ വ്യക്തി ഒരു വിശ്വാസി എന്നറിയപ്പെടുന്നില്ല, അവിശ്വാസി എന്നാണ് അറിയപ്പെടുന്നത്. അവിശ്വാസികൾ ആരും സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ലെന്ന് നിൻ്റെ വചനം പറയുമ്പോൾ കർത്താവെ, വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്ന് കർത്താവിൻ്റെ അന്ത്യം വരെ ജീവിപ്പാൻ ഓരോരുത്തരെയും കരം പിടിച്ച് വഴി നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.